ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമല്ല. എനിക്ക് പനിയും ജലദോഷവും നീര് വെച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും മാറിയിട്ടില്ല നീര് വെച്ച് തുമ്മലൊന്നും. അതുകൊണ്ടാണ് ഗായ്സ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. സ്കൂളിലേക്ക് പോലൊക്കെ ഉണ്ടായിരുന്നു. റീഡിംഗ് ഡേക്ക് ഒരു സ്പീച്ച് പഠിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ആ സ്പീച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തൃശ്ശൂരാണ്. അമ്മയ്ക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അത് കാരണം ഞങ്ങൾ നേരെ സൂവിലേക്ക് വന്നു. ഉണ്ണിക്ക് ആനിമൽസിനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കൊണ്ടുപോകാമെന്ന്. ഉണ്ണിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആനിമൽസിനാണ്. അത് കാരണം ഞാൻ പറഞ്ഞത് സൂവിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ഉണ്ണിക്ക് ആനിമൽസിന് ഇഷ്ടമാണ്. സൂവിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് അവിടെ ചെന്ന് കാണാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഉണ്ണിക്കണ്ണോട് വെള്ളം പറഞ്ഞ് പോയിട്ടാണ് എൻ്റെ ചെരുപ്പ്. ഞാൻ ബാക്കിൽ നടന്നിരിക്കുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ചെരുപ്പ് ഊരിട്ടിട്ട് ഞാൻ ഫ്രണ്ട് സീറ്റിലേക്ക് കിടന്നു. എൻ്റെ ചെരുപ്പില്ലേ, ഞാൻ കണ്ട ചെരുപ്പ് ഇട്ടില്ല. ചെരുപ്പ് ബാക്കിലാണ്. അപ്പോൾ ചെരുപ്പ് എടുത്തിട്ട് വേണം നടന്ന് ചെല്ലാൻ. ബാക്കിലാണ് ഇരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ട്. താഴ്ത്താണിതേ, താഴ്ത്തിട്ട് കുഞ്ഞിനെ പറയുന്നത് തല്ലുന്നുണ്ട്. കുഞ്ഞുമാമ മേടിച്ച ചെരുപ്പാണ് കേട്ടോ ഇത്. നല്ല ചെരുപ്പ്. അത് നമുക്ക് ഈ കാര്യം പറ്റും ചെരുപ്പ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അയ്യോ അയ്യോ എന്നൊക്കെ വരുന്നുണ്ട്. അയ്യോ ഞാൻ ഈ ചെരുപ്പാണ് ഇടുന്നത്. എങ്ങനെയാണ് ഉള്ളത്? ഉണ്ണിക്കും ഇതുപോലത്തെയാണ് കേട്ടോ. ഇതേ കണ്ട സെയിം ടു സെയിം ആണ്. പക്ഷെ ചെരുപ്പിന്റെ പടം മാത്രമേ ഇത്തിരി വ്യത്യാസമുള്ളൂ. ഉണ്ണിയുടെ സൂപ്പർമാൻ്റെ ആണ്. ഏതാ സൂപ്പർമാൻ എന്നറിയോ? അതാണ് സ്പൈഡർമാൻ. പണ്ട് ചേട്ടന്റെ ഫേവറേറ്റ് സ്പൈഡർമാൻ ആയിരുന്നു. എന്റെ ചേട്ടന്റെ ഫേവറേറ്റ് സ്പൈഡർമാൻ ആയിരുന്നു. ഇപ്പൊ സ്പൈഡർമാൻ ഇഷ്ടമില്ല. ചേട്ടന് കുറെ ബാഗ് കുറെ ഇരിക്കുന്നുണ്ട് അവിടെ വീട്ടില്. നമുക്കിപ്പോ കാണിക്കാം. എനിക്ക് പാട്ടൊക്കെ പാടാനായിട്ടാ. ഞങ്ങളൊരു സിനിമ കണ്ടതുണ്ടായിരുന്നു. പൂമാനത്തിന്റെ ആ പാട്ടാണ് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫുൾ വരി പറയാട്ടോ. അധികല്ല, കുറച്ച് നിങ്ങൾ കേട്ടു കേട്ടോ അവളുടെ പാട്ട്. അവള് നിർത്തി പാട്ട്. ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ ഇറങ്ങി. എന്റെ കണ്ണൊക്കെ കരിഞ്ഞ്. കാരണം ഉള്ളിൽ നിന്ന് ഇറങ്ങി. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നടന്നു പോകുന്നു. നാളെ ഒരു സംഘത്തിന്റെ മീറ്റിങ്ങിന് അങ്ങോട്ട് ഒരു ബീച്ചിക്ക് പോയിപ്പോ ഡ്രസ്സാണ് ഞാൻ നമുക്ക് അവിടെ എത്തിക്കാം. ഗൈസ്, ഞങ്ങളുള്ളിൽ കയറി. അവിടെ തത്ത ഉണ്ടാവും തോന്നുന്നു, അറിയില്ല. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. എൻ്റെ ഉണ്ണി പുറകെ കൂടെ വരുന്നതേ കണ്ടു. അവിടെ ചിലപ്പോൾ ഉണ്ടാവില്ല. അമ്മയുടെ വീടിൻ്റെ അടുത്താണ് പുതിയ സൂ വരാൻ പോണേ. അപ്പോൾ അത് കാരണം കുറച്ച് ബേഡ്സിനൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടാവും. ഗൈസ്, ഇത് കൊക്കാന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞോടെ. ഞാൻ അവിടെ ചെന്നപ്പോൾ വായിച്ചില്ല. അത് കാരണം എനിക്ക് അറിഞ്ഞോടാ. ഉണ്ണി അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ടോ. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞോടാ. പിന്നെ മൂങ്ങകൾ കുറേ ഉണ്ട്. പരുന്ത് വീണ്ടും വന്നു. അത് പോയി തോന്നുന്നു. അവിടെ നിൽക്കണ്ട. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞോടാ. ഗൈസ്, ഇതൊക്കെ മൂങ്ങകളാണ്. അവർ ഈ നേരത്താണ് ഉറങ്ങുക. രാത്രിയാകുമ്പോഴാണ് അവർ ഉറങ്ങണത്. കണ്ണുറന്നിട്ടാണ് ഉറങ്ങുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതല്ല ഈ കാര്യം. എനിക്കും അറിയാം. ഞാൻ ഒന്ന് വെറുതെ പറഞ്ഞ കേട്ടോ. ഗൈസ്, ദേ മുള്ളമന്നിക്കുട്ടൻ. അതിൻ്റെ മേളിലൊന്നും നമുക്ക് കയറിയിരിക്കാൻ പറ്റില്ല. നിറയെ മുള്ളാണ്. നമ്മൾ കയറിയിരുന്നാൽ നമ്മുടെ മൂടൊക്കെ പൊളിഞ്ഞ് ചപ്പാത്തി പോലെയാവും. ഗൈസ്, അതിൻ്റെ മേളിലൊന്നും നിങ്ങളൊന്ന് കയറിയിരിക്കല്ലേ കേട്ടോ. ദേ കണ്ടോ, 2 ഉണ്ടെന്ന് തോന്നുന്നു. 2 കുറേ ഉണ്ട്. എനിക്ക് അറിഞ്ഞോടാ. അവിടെ സൈഡിലൊക്കെ കണ്ടില്ലേ ഇതേ മുള്ളമന്നി കുട്ടൻ. ഗൈസ്, ദേ കുറുക്കൻ കൊടുക്കുന്നു. പാവട്ടോ. ഫുഡൊക്കെ കഴിച്ച് നല്ല സെറ്റായി കിടന്ന് ഉറങ്ങാണ്. ആ ഇടയിലത്തെ കൂട്ടിൽ മാത്രം ഇല്ല കുറുക്കൻ. ആ സൈഡിലുണ്ട്.
ദേ കണ്ടോ, അവിടെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ദേ അതിങ്ങനെ കിടന്ന് വാലാട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായി. ഗൈസ്, ആ കുറുക്കൻ ഡാൻസ് കളിക്കാട്ടോ. ഇതേ കണ്ടോ, വട്ടം ചുറ്റി ഡാൻസ് കളിക്കുകയാണ് ആ കുറുക്കൻ. സീനുള്ളിൽ കുറേ കുറുക്കന്മാരുണ്ട്. ഇതേ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കുറച്ച് കുറുക്കന്മാർക്ക് കാണാൻ പറ്റുന്നില്ല. മാനുകൾ കടുകുന്നുണ്ട്. എത്ര എണ്ണം അറിയില്ല, ചിലപ്പോ 10 എണ്ണം 100 എണ്ണം ഒക്കെ ഉണ്ടാവും. ചിലപ്പോ 5000 ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഞാൻ എണ്ണി നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 എല്ലാം തോന്നുന്നു, അറിയില്ല. അടുത്തതിന് കാണാം. അടുത്തത് എന്തിട്ടാന്ന് അറിയില്ല എനിക്ക്. അടുത്തത് ചിലപ്പോ വല്ല സിംഹം ലയനൊക്കെ ആയിരിക്കും. ഒട്ടക പക്ഷി ഞാനിങ്ങനെ കാണിച്ചപ്പോ എന്നെ നോക്കിട്ടോ. അവസാനം ഈ ഗ്രില്ല് പോലത്തെ സാധനം ഇങ്ങനെ കൊത്തി കൊത്തി തിരിഞ്ഞും തോന്നുന്നു. എനിക്കല്ലടാ, എന്തൊരു വലിയ തലയാലേ. അവിടെ കുറേ സമയം ഉണ്ടാവും. നമുക്ക് പിന്നെ ഒരു പാർക്കുണ്ട്. ഇത് കഴിഞ്ഞാൽ അച്ഛൻ പാർക്കിൽ പോകാൻ സമയത്ത് അവിടുത്തെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാർക്കിൽ പോവാം. കലമാനം നേരിട്ടുണ്ട്. ആ ബോഡിയില് കലമാൻ എന്ന് വെച്ചാൽ ഒരു വലിയ മാൻ എന്നാണ് അർത്ഥം, അറിയാമോ? നിങ്ങളും അതുപോലെ സൂലൊക്കെ പോയി ഇങ്ങനത്തെ അടിച്ചു പൊടിച്ച് തരണം കേട്ടോ വീട്ടിലൊക്കെ. എന്നല്ലെങ്കിൽ അമ്മമാരുടെ വീട്ടിൽ പോകാം. ഹിപ്പോ ഉണ്ട്, ഒരു വലിയ ഹിപ്പോ ആണത്. കാണാനും പറ്റുന്നില്ല മനുഷ്യന്. എൻ്റെ വയറ് മാത്രം കാണുന്നുള്ളൂ. എന്ത് ചെയ്യാനാ? ഹിപ്പോസിനൊക്കെ കാര്യം കണ്ട. ഹിപ്പോന് ഒരു ഹിപ്പോ ഉള്ളു ഗൈസ്, ഒരേ ഒരു ഹിപ്പോ. 2 എണ്ണം നാഗലിംഗ മരമാണ്. എനിക്കറിഞ്ഞാടാ. ഗൈസ്, നമ്മൾ മുതലക്കുട്ടിൻ്റെ അടുത്തെത്തി. പാവം പോലെ കെടുക്കാണ് കേട്ടോ. ഉച്ചയായ കാരണം ഇപ്പോൾ എല്ലാ മുതലകളും വള്ളത്തിനുള്ളിൽ പോകും. ഇവൻ മാത്രം ഇവിടെ കിടന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അതിങ്ങോട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. ഇതേ കണ്ടോ, വള്ളത്തിനടിക്ക് പോവാണ്. നീങ്ങി നീങ്ങി പോകുന്നുണ്ട്. പതുക്കേനെ നീങ്ങി പോകുന്നുണ്ട് കേട്ടോ. സ്ലോ മോഷൻ വീഡിയോ എടുക്കുന്ന പോലെ ഇങ്ങനെ പതുക്കേനെ നീങ്ങി പോകുന്നുണ്ട്. ഇതേ കണ്ട കണ്ട കണ്ട. ഇപ്പോൾ വള്ളത്തേക്ക് ഇറങ്ങി പോട്ടു. നിങ്ങൾ നോക്കിയിരുന്നോളൂ. വായി നോക്കി എന്തൊരു തിളക്കാന്നറിയുന്നു. വേറൊരു പേട് കണ്ടു. ആ സൈഡിലൊരു വേറൊരു പേട് കണ്ടു. പുള്ളിമാൻ.
ഒരു കുഞ്ഞില്ല ഇഷ്ടപ്പെട്ടില്ല പോത്തനെ. ഓറഞ്ച് കളറാണ് അതിൻ്റെ കളറ്. അമ്മ നമുക്ക് നടക്കാം. വീണ്ടും ഞങ്ങൾ അതിനെ കണ്ടു. അതിൻ്റെ പേര് ടുട്ടു. ഒരു തമാശ പേരാണ്. പുലിനാണ് നമുക്ക് ലാസ്റ്റ് കാണുന്നത്. പുലിനില്ലായിരുന്നു. അവിടെ പാട്ട് കേൾക്കുന്നില്ലേ ഗൈസ്? അവിടെ ഒരു ലാൻഡ് ചേട്ടൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ വയസ്സായതാണെന്ന് തോന്നുന്നുണ്ട്. റസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. വയസ്സായവരുടെ പോലെ പാവം കിടന്ന് റസ്റ്റ് എടുക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അവിടെ കടുവ ചേട്ടൻ ഇങ്ങനെ കിടന്ന് നടക്കണ് കണ്ടേ. ദേ കണ്ടു കിടന്ന് നടക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് എക്സസൈസൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായി നടക്കുന്നുണ്ട്. അതിൻ്റെ പല്ല് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നും എന്തൊരു വലിയ പല്ല. പക്ഷെ എനിക്ക് പേടിയാവുന്നു ഗൈസ്. നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ? എനിക്ക് കണ്ടിട്ട് പേടിയാവുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ടോ ഗൈസ്? ഞാൻ പട്ടിപ്പിടിക്കുക പുലി ഇറങ്ങി ഗൈസ്. അവിടെ കണ്ടു ഒരു കടുവ ചേട്ടൻ കിടക്കണം. അതിന് ഫുഡ് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് മൈൻഡ് ചെയ്യണില്ല. കഴിക്കാണ്ട് അങ്ങോട്ട് കെടുക്കാണ്. അവിടെ കിടന്ന് ഹാ ഹാ എന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ഒച്ച വയ്ക്കുന്ന പോലെ തോന്നുന്നില്ലേ? കണ്ടോ തല പൊക്കി ഹാ ഹാ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് ഞങ്ങൾ കുരങ്ങന്മാരുടെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത്. അവിടെ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഞങ്ങൾ സംസാരിക്കുകയാണ്. ടാറ്റയും എല്ലാം കൊടുക്കുന്നുണ്ട്. ഞാനും ഉണ്ണിക്ക് കുരങ്ങന്മാരെ ഇഷ്ടമായി. അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഡാൻസും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കും ഇഷ്ടമായി കുരങ്ങന്മാരെ. ഞാനും ടാറ്റ കൊടുത്തു, ഉമ്മയൊക്കെ കൊടുത്തു. മയില് പീലി വെച്ച് നോക്കി. ഇവിടെയാണ് പാമ്പുകളെ കാണാൻ. നമുക്ക് നോക്കാം. എവിടെ പാമ്പ്? ചോന്നിരിക്കുന്നതാണോ കണ്ണച്ച? ചോന്നിരിക്കണതാ കണ്ണിന്റെ. പിന്നെ അതാ കണ്ണു. ആമ വരുന്നു. ഗൈസ് ഇവിടെ മൊത്തം മൂർഖമ്പാമ്പുകളാണ്. മൂർഖമ്പാമ്പല്ലാണ്ട് ഇവിടെ സ്പെഷ്യൽ പാമ്പുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതേ കണ്ടോ ഞങ്ങൾ മൂർഖമ്പാമ്പിനാണ് കാണുന്നത്. ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ദൂരെല്ലാം കണ്ട് ഇറങ്ങി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതെല്ലാം. അമ്മ ഇപ്പോൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അമ്മേനെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടതിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.